ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ SCERT സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് അല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, അതിലെ 4ാമത്തെ വീഡിയോ ആണ്. അതായത് 4ാമത്തെ ചാപ്റ്റർ നമ്മൾ 7th and 8th സ്റ്റാൻഡേർഡിലെ എക്കണോമിക്സിൻ്റെ പോർഷൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ എക്കണോമിക്സ് പോർഷൻസ് ആരംഭിക്കുകയാണ്. സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ എക്കണോമിക്സിൻ്റെ പോർഷൻസ് നോക്കുകയാണ്. അതിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു നാഷണൽ ഇൻകം എന്ന് പറയുന്ന പോർഷൻ LDC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് 10th ലെവലാണെങ്കിലും ഇപ്പോൾ എന്താണ് 12th ലെവൽ എക്സാമിനാണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ദേശീയ വരുമാനത്തിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് ദേശീയ വരുമാനം എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ 12th ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് മാത്രം പോരാ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് പക്ഷേ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇത് കൂടാതെ നിങ്ങൾ എന്തും കൂടെ നോക്കണം, 12th സ്റ്റാൻഡേർഡിലെ NCERT മാക്രോ എക്കണോമിക്സിൻ്റെ അകത്തുള്ള നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററും കൂടെ നോക്കണം. അത് നമ്മൾ വരുന്ന ദിവസം SCERTs കവർ ചെയ്തതിന് ശേഷം NCERTയുടെ നാഷണൽ ഇൻകം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയും കൂടെ നിങ്ങൾ ഇത് പഠിക്കുന്നതിനൊപ്പം അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. പക്ഷേ ബേസിക് ആയിട്ട് ഈ ഒരു വീഡിയോ കാണണം, അത് മസ്റ്റാണ്. കാരണം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ചിരിക്കണം. നിങ്ങൾക്ക് ചാപ്റ്റർ വായിക്കുകയോ വീഡിയോ കാണുകയോ ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഇത് കൂടാതെ ആ ചാപ്റ്ററും കൂടെ എന്ത് ചെയ്യണം, കവർ ചെയ്താൽ മാത്രമേ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി നാഷണൽ ഇൻകം എന്ന് പറയുന്ന പോർഷനുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ എന്തായാലും ഈ ഒരു ഭാഗത്തിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ദേശീയ വരുമാനം എന്താണെന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ദേശീയ വരുമാനം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കുക. അത് മുന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഒരു രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അതാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ഇതെല്ലാം എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഇതിൻ്റെ എല്ലാം ആകെ തുക, ഒരു രാജ്യത്ത് നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ആകെ തുകയാണ് നമുക്ക് നാഷണൽ ഇൻകം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ദേശീയ വരുമാനം എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ്. എപ്പോൾ നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റി? ഒരു സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇയർ. നിങ്ങൾ സാമ്പത്തിക വർഷം എന്ന് പറയുന്ന ഒരു ടേം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഫൈനാൻഷ്യൽ ഇയർ. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏത് മുതൽ ഏത് വരെയാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് April 1 ആരംഭിച്ചിട്ട് March 31 വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം. നിങ്ങൾ കണ്ടിട്ടില്ലേ, March 31 ആകുന്ന സമയത്ത് ബാങ്കുകളിലും അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. തിരക്കെന്ന് ഉദ്ദേശിച്ച അവിടുത്തെ തൊഴിലാളികൾക്കൊക്കെ വീട്ടിലെത്തുമ്പോഴൊക്കെ ലേറ്റ് ആകും. കാരണം അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അവരുടെ ബുക്സ് എല്ലാം ക്ലോസ് ചെയ്യുന്നു March 31 ആകുന്ന സമയത്ത്. അപ്പോൾ April 1 മുതൽ March 31 വരെയാണ് സാമ്പത്തിക വർഷം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് April 1 മുതൽ March 31 പറയുന്ന സാമ്പത്തിക വർഷത്തിനകത്ത് നടക്കുന്ന മുഴുവൻ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ മൊത്തം തുകയാണ് നമുക്ക് ദേശീയ വരുമാനം എന്ന് പറയാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ്? ഇറ്റ്സ് എമൗണ്ട് ഏൺഡ് ഫ്രം പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. നിങ്ങൾക്കറിയാം, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, സർവീസ് കൊടുക്കുക, ഇത് രണ്ടും സാമ്പത്തിക പ്രവർത്തനങ്ങളല്ലേ. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു വർഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയാണ് ദേശീയ വരുമാനം, അല്ലെങ്കിൽ മൊത്തം സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് ദേശീയ വരുമാനം. സിമ്പിൾ അല്ലേ? ആണല്ലോ. ഇനി ഈ ഒരു ദേശീയ വരുമാനം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം 3 സെക്ടേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ, സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടെർഷറി സെക്ടർ, പ്രാഥമികം, ദ്വിതീയം, തൃതീയം. ഈ 3 മേഖലകളിലും ആദ്യത്തെ 2 മേഖലകളിൽ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 3ാമത്തെ മേഖലകളിൽ സേവനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 മേഖലകളും നമ്മുടെ ദേശീയ വരുമാനത്തിൽ അവരുടേതായിട്ടുള്ള പങ്കാളിത്തമുണ്ട് അല്ലേ. ഓരോ മേഖലയിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഓരോ മേഖലയിൽ നിന്നും വരുമാനത്തിലോട്ട് കോൺട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സേവന മേഖലയാണെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന കാർഷിക മേഖലയാണെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ? ഏറ്റവും കൂടുതൽ വരുമാനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്നത് സേവന മേഖല. അതേസമയം
ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയാണെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ? വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ഫസ്റ്റ് പാർട്ടിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളതൊന്ന് നോക്കി നോക്കുക. ഇനി ദേശീയ വരുമാനം എങ്ങനെ കണക്കാക്കുന്നു? ഈ ദേശീയ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ഈ ഒരു ദേശീയ വരുമാനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു ദേശീയ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ GDP എന്ന് വേണമെങ്കിൽ പറയാം. GDP മാത്രമല്ല ദേശീയ വരുമാനം. ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ പൊതുവെ GDP എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ വരുമാനമുള്ള രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. കഴിഞ്ഞ വീഡിയോയിൽ അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ, തേർഡ് പാർട്ടിലെ വീഡിയോയിൽ ഞാനൊരു ചോദ്യം നിങ്ങളടുത്ത് ചോദിച്ചായിരുന്നു. ലോകത്തിലെ എത്രാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എന്ന്. പല ആൾക്കാരും 5ാമത്തെ സാമ്പത്തിക ശക്തി എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കൂ, ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഫസ്റ്റ് 1ാം സ്ഥാനം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അമേരിക്ക, 2 ചൈന, 3 ജപ്പാൻ, 4 ജർമ്മനി, 5 UK, 6 ഫ്രാൻസ്, 7 ഇന്ത്യ. അപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? 5ാം സ്ഥാനമാണോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഇത് 2010, 13, 14 വരെയുള്ള കണക്ക് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. 14 വരെയുള്ള കണക്ക് നോക്കുമ്പോൾ ഇന്ത്യ 7ാം സ്ഥാനത്തൊക്കെയാണ്. നമ്മൾ ഇപ്പോൾ 2024 അല്ലേ? ആണല്ലോ. പെട്ടെന്ന് ഇപ്പോഴും പറയുമ്പോൾ 2023 തന്നെയാണ് നാവിൽ വരുന്നതല്ലേ? കാരണം 24 ഒരു മാസവും കഴിഞ്ഞു അല്ലേ? ജനുവരി കഴിഞ്ഞില്ലേ? നിങ്ങൾ നോക്കിയ സമയം എത്ര വേഗത്തിലാണ് പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ എന്ന് നോക്കുക. വേഗത്തിൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച്, ഏപ്രിൽ ഒക്കെ ആകുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഞാൻ പറയും, ഇവിടെ പറഞ്ഞു വന്നത് 2024 ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്നല്ലേ? നമ്മൾ കാട് കയറി വേറെ എങ്ങോട്ടേ പോകുന്നു. പക്ഷെ ഡേറ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്, ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 2024 അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയാൽ ഇന്ത്യ ഫ്രാൻസിനെ പൊട്ടിച്ചു, UK പൊട്ടിച്ചു. ഇപ്പം നമ്മൾ 5ാം സ്ഥാനത്താണ്. നമ്മൾ 5ാമതെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. കുറച്ചു കാലം മുന്നേ നമ്മുടെ പ്രധാനമന്ത്രി US കോൺഗ്രസിൻ്റെ ഫ്രണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോയിട്ട് അവിടുത്തെ അംഗങ്ങളുടെ മുന്നിൽ, അവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങളുടെ മുന്നിൽ ഒരു പ്രസംഗം നടത്തിയായിരുന്നു. അദ്ദേഹം കയറുന്ന സമയത്ത് ഇന്ത്യ 10ാം സ്ഥാനത്ത്. ഞാൻ രാഷ്ട്രീയം പറയുന്നല്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി. അദ്ദേഹം കയറുന്ന സമയത്ത് ഇന്ത്യ 10ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ ഇന്ത്യ 5ാം സ്ഥാനത്താണ്. ആ പ്രസംഗം കേട്ടിട്ടുള്ളവർക്ക് ഓർത്തിരിക്കാൻ പറ്റും ചിലപ്പോൾ. ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഇനി മറ്റൊരു കാര്യവും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യ ഉടനെ തന്നെ 3ാമത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകും. അത് ഇന്ത്യ ലക്ഷ്യം വച്ചിരിക്കുന്നതാണ്. 2030 ഇന്ത്യ ലോകത്ത് ജർമ്മനിയെയും ജപ്പാനെയും മറികടന്ന് ഇവിടെ എത്തുമെന്നുള്ളത് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. അത് അധികം വൈകാതെ 2027 അച്ചീവ് ചെയ്യുമെന്നാണ് IMF ഒക്കെ പറയുന്നത്. പക്ഷെ നിലവിൽ ഇന്ത്യ വച്ചിരിക്കുന്ന കണക്കൂട്ടൽ 2030 അച്ചീവ് ചെയ്യും. കാരണം ഞാനിവിടെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ രാഷ്ട്രീയത്തിനെ അല്ല ഞാൻ ഉയർത്തി കാണിക്കുന്ന, പകരം അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 10ാമത് ഇന്ത്യ 5ലെത്തി. ഇപ്പം നിലവിൽ ഇന്ത്യ 5ആണ്. അധികം വൈകാതെ 3ാമതെത്തും. അപ്പം നിങ്ങൾ ഇന്ത്യയുടെ നിലവിലത്തെ ഒരു സിറ്റുവേഷൻ 5ാം സ്ഥാനത്താണ്. അമേരിക്കയും ചൈനയാണ് 1ഉം 2ഉം. അത് കഴിഞ്ഞ് ഇന്ത്യ 3ാം സ്ഥാനത്ത് എത്തും 2030 എന്ന് ഓർത്തിരിക്കുക. പക്ഷെ നിലവിൽ ജപ്പാനും ജർമ്മനിയും കഴിഞ്ഞ് ഇന്ത്യ 5ാമതാണ്. നിലവിലത്തെ ഇന്ത്യയുടെ റാങ്ക് 5ാം റാങ്കാണ്. 5th റാങ്കാണ് ഇന്ത്യയുടേത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നമ്മൾ ചെറിയ പുള്ളിയല്ല, നമ്മൾ വലിയ സാമ്പത്തിക ശക്തിയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ഇന്ത്യ ലോകത്തെ 5th ലാർജസ്റ്റ് എക്കണോമിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡൗട്ടില്ല, നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ചിലപ്പോൾ PPP, പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ കാര്യത്തിൽ, PPPയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തെ എത്രാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്? PPP GDP എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതിൽ 3ാമത്തെ ലാർജസ്റ്റ് എക്കണോമിയാണ് ഇന്ത്യ. PPP, പർച്ചേസിംഗ് പവർ പാരിറ്റി. പർച്ചേസിംഗ് പവർ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് റുപ്പി കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ അമേരിക്കയിൽ എത്ര ഡോളർ കൊടുത്താൽ വാങ്ങാൻ പറ്റുന്നു, ചൈനയിൽ അവരുടെ എത്ര കറൻസി റെൻമിൻബി കൊടുത്താൽ വാങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇത്ര രൂപ കൊടുത്ത്, ഇപ്പം 100 രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന 1 കിലോ അരി അമേരിക്കയിൽ ചിലപ്പോൾ അത് $10 കൊടുത്തേ വാങ്ങാൻ പറ്റും. അപ്പോൾ $10 ഈസ് ഈക്വൽ ടു ഇന്ത്യയുടെ 100 രൂപ. അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? GDP എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യ 3ാം സ്ഥാനത്താണ്. അതിൽ ഫസ്റ്റ് നിൽക്കുന്ന ചൈനയാണ്, 2ാം സ്ഥാനം USA, 3ാമത് ഇന്ത്യ. ഓക്കെ അല്ലേ? അപ്പോൾ അത് വേണമെങ്കിൽ ചോദിക്കാനുള്ളൊരു സാധ്യത നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല അല്ലേ? ഒരു വിരളമാണ്, അല്ലെങ്കിൽ വളരെ വിദൂരമാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ PPP GDPയിൽ ഇന്ത്യ 3ാം സ്ഥാനത്തും. വെറുതെ നിങ്ങളെ ചോദിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ എത്രാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ? 5ാമത്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ 5 എന്ന് പറഞ്ഞ എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞാണ് ശരി. ഓക്കെ അല്ലേ? 5ാം സ്ഥാനത്താണ്
ഇന്ത്യ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ 5-ാമതാണ് ഇന്ത്യ. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി 5-ാം സ്ഥാനം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇന്ത്യയുടെ GDP-യുടെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ ദേശീയ വരുമാനത്തിന്റെ കാര്യത്തിൽ, GDP-യുടെ കാര്യത്തിൽ. അപ്പൊ എന്താണ് GDP എന്നുള്ളത് നമ്മൾ നോക്കണം. GDP എന്താണെന്ന് നോക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യമുണ്ട്. എന്താണ് ഈ GDP, GNP അങ്ങനത്തെ ടേംസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? GDP എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. GNP എന്ന് വെച്ചാൽ എന്താ? മൊത്ത ദേശീയ ഉൽപ്പന്നം. ഇങ്ങനെ കുറെ വാക്കുകളുണ്ട് അല്ലേ? അതായത് ഇതിനെയൊക്കെയാണ് നാഷണൽ ഇൻകം അഗ്രഗേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ദേശീയ വരുമാനത്തിന് പല രൂപങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. അതിലൊന്നാണ് GDP എന്ന് പറയുന്നത്. എന്താ GDP? GDP-യുടെ ഫുൾ ഫോം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, വിദേശികളായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇന്ത്യൻ കമ്പനികളുണ്ട്, വിദേശ കമ്പനികളുണ്ട്. ഇപ്പം ഇന്ത്യക്കകത്ത് ഒരു സാമ്പത്തിക വർഷം, ഇന്ത്യക്കകത്തെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി, ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് ഒരു സാമ്പത്തിക വർഷം എന്തെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, എന്തെല്ലാം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം സേവനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ എല്ലാം ആകെ തുകയാണ് GDP. അത് ഇന്ത്യക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം, വിദേശികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം. ഇന്ത്യക്കകത്താണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ GDP എന്ന് വെച്ചാൽ എന്താണ്? മണി വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫൈനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര മേഖലയ്ക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ ആകെ തുകയാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ അവിടെ ഇന്ത്യക്കകത്തെന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, വിദേശികളായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇന്ത്യക്കകത്ത് ഒരുപാട് വിദേശ കമ്പനികളും വിദേശികളും ഇല്ലേ? അതാണ് GDP. ഇനി GNP എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഇവിടുത്തെ വ്യത്യാസം എന്താ GDP ആയിട്ട്? GDP എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ആഭ്യന്തര മേഖലയ്ക്കകത്ത് നടക്കുന്ന പ്രവർത്തനമാണ്. GNP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യക്കാര് ചെയ്യുന്ന പ്രവർത്തനം എന്നാണ് പറയുന്നത്. ഇന്ത്യൻ നാഷണൽസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യക്കാരും ആകാം, ഫോറിനേഴ്സും ആകാം അല്ലെ? ഇനി ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ എവിടെയൊക്കെ ഉണ്ട്? ലോകത്ത് പല രാജ്യങ്ങളിലും ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നില്ലേ? അതായത് ഇന്ത്യക്കകത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഇന്ത്യക്കാരും ഇന്ത്യൻ കമ്പനികളും ചെയ്യുന്ന മുഴുവൻ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, സേവനങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം അവർ ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റി അല്ലേ? അപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനത്തിന്റെ ആകെ തുകയാണ് GNP. GDP ഇന്ത്യക്കകത്ത് നടക്കുന്നതാണെങ്കിൽ GNP ആണെങ്കിലും ഇന്ത്യക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മളവിടെ എടുക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? GDP രാജ്യത്തിനകത്ത് ഭൂപ്രദേശമാണ് നോക്കുന്നതെങ്കിൽ GNP ഇന്ത്യക്കാരാണോ അല്ലേ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ പറഞ്ഞു നോക്കിയേ, GDP GNP പറഞ്ഞു. അപ്പൊ GDP-യുടെ കോൺസെപ്റ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനകത്ത് അവിടുത്തെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് അകത്ത് നടക്കുന്ന പ്രവർത്തനമാണോ അല്ലേ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് രണ്ട് കോൺസെപ്റ്റുകളാണ് ഈ രണ്ട് ഇതിനകത്തും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഈ GDP-യിൽ നിന്ന് എങ്ങനെ GNP-യിലോട്ട് എത്താം, GDP-യിൽ നിന്ന് എങ്ങനെ GNP-യിലോട്ട് എത്താം, അത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നില്ല. എന്നിരുന്നാലും നിങ്ങളൊന്ന് ഫോർമുല അറിഞ്ഞിരിക്കുക. GDP-ക്കൊപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം GDP-ക്കൊപ്പം കൂട്ടുമ്പോൾ നമുക്ക് GNP കിട്ടും. GDP-ക്കൊപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുമ്പോൾ നമുക്ക് GNP കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്? ഞാൻ പറഞ്ഞു GDP എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും. അത് ഇന്ത്യക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം, വിദേശികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം. GNP എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ഇന്ത്യക്കാരും പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ ആകത്തുക. വ്യത്യാസം NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പോൾ എന്താണ് NFIA? NFIA എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്തുനിന്ന്, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ ഏൺ ചെയ്യുന്ന കാശ്. അമേരിക്കയിൽ ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, ജർമ്മനിയിൽ, UK-യിൽ, UAE-യിൽ, അങ്ങനെ പല രാജ്യങ്ങളിലും ഇന്ത്യക്കാർ ഏൺ ചെയ്യുന്ന കാശുണ്ട് അല്ലേ? അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ നേടുന്ന കാശ് ഒരു 500 കോടിയാണെന്ന് വിചാരിക്കുക. മൈനസ് ഇന്ത്യക്കകത്ത് വർക്ക് ചെയ്യുന്ന വിദേശികൾ നേടുന്ന കാശില്ല. ഇന്ത്യക്കകത്ത് ഒരുപാട് വിദേശ കമ്പനികളും വിദേശികളും വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നേടിയെടുക്കുന്ന കാശ് ഒരു 200 കോടി എന്ന് വിചാരിക്കുക. 500 200 കോടി കൊടുത്താൽ 300. ഇതാണ് നമ്മുടെ NFIA എന്ന് പറയുന്നത്. അപ്പോൾ GDP ഒരു 500 കോടിയാണെങ്കിൽ 500 + 300 800 കോടി നമുക്ക് GNP എന്ന് കിട്ടും. അപ്പോൾ GDP 500 കോടിയാണ്, NFIA 300 ആണെങ്കിൽ GNP 800 എന്ന് കിട്ടും. അപ്പോൾ NFIA എന്ന് വെച്ചാൽ എന്താ? വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ നേടിയെടുക്കുന്ന കാശ് മൈനസ് ഇന്ത്യക്കകത്ത് നിന്ന് വിദേശികൾ നേടിക്കൊണ്ടു പോകുന്ന കാശ്. അപ്പോൾ നമുക്ക് കിട്ടത്തില്ലേ? ലോകത്ത് നിന്ന് മുഴുവൻ ഇന്ത്യക്കാർ മാത്രം നേടിയ പൈസ നമുക്ക് കിട്ടത്തില്ലേ?
അപ്പോൾ നമുക്ക് GNP കിട്ടും. GDP പ്ലസ് NFI GNP. ഇവിടെ ഞാൻ അതായത് ഈ ഒരു പോർഷനകത്ത്, ഈ ഒരു ചാപ്റ്ററിനകത്ത് അത്ര ഡെപ്തിൽ നമുക്ക് GDP NFIനെ പറ്റി ഒന്നും നോക്കാനില്ല. പക്ഷേ 12th സ്റ്റാൻഡേർഡിലെ മാക്രോ പഠിക്കുമ്പോൾ അതിൽ GNP GDP NNP NDP തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ആ ഒരു പോർഷനിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഇവിടെ ഈ ഒരു പോർഷൻ്റെ പ്രത്യേകത LDC അതുപോലെ LGS മറ്റ് എക്സാമുകൾക്ക് വേണ്ടിയുള്ള കുട്ടികൾക്കും ഈ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി. അതുകൊണ്ട് ഡെപ്തിൽ പോകുന്നില്ല. പക്ഷേ ഡിഗ്രി ലെവൽ എക്സാമിനുള്ള ആൾക്കാർ ആ ഒരു 12th ലെവൽ മാക്രോ എക്കണോമിക്സിൻ്റെ ആ ഒരു ചാപ്റ്റർ പഠിപ്പിക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കുക. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇതിനെപ്പറ്റി. അപ്പോൾ ഇപ്പോൾ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. GDP എന്ന് വെച്ചാൽ ഒരു ആഭ്യന്തര ടെറിട്ടറി, അതായത് ഇന്ത്യ എന്ന് പറയുന്ന ടെറിട്ടറിക്ക് അകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിനെയാണ് GDP എന്ന് പറയുന്നത്. അതിനകത്ത് ഇന്ത്യക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്, വിദേശികൾ ഫോറിനേഴ്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതേസമയം GNPക്ക് അകത്താണെങ്കിലോ ഇന്ത്യക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ ഫോറിനേഴ്സ് വരുന്നില്ല. പ്രത്യേകത ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്തും ഇന്ത്യക്കാരുണ്ട്, വിദേശത്തും ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ GDPയുടെ കൂടെ NFIയെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GNP. NFI എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ ഏൺ ചെയ്യുന്ന കാശ് മൈനസ് ഇന്ത്യക്കകത്ത് നിന്ന് വിദേശികൾ ഏൺ ചെയ്യുന്ന കാശ്. അപ്പോൾ നമുക്ക് GNP കിട്ടുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്ത് മറ്റൊരു ടേം NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ NNP എന്ന് പറഞ്ഞാൽ GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. GNP നമുക്കറിയാം, GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് NNP കിട്ടുക. അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ? അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അസറ്റ് എന്നൊരു സാധനം ഉണ്ട്, ആസ്തി. അതായത് നമ്മൾ ഉൽപ്പാദനം നടത്താൻ വേണ്ടി മെഷീൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നിങ്ങളൊരു കാർ മേടിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ 2000 ഒരു കാർ മേടിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? നിങ്ങളൊരു കാർ മേടിക്കുന്ന സമയത്ത് 2000 നിങ്ങളൊരു കാറ് 10 ലക്ഷത്തിന് മേടിച്ചു എന്ന് വിചാരിക്കുക. 2010 ഈ കാറ് 2010 ഈ ഒരു കാർ നിങ്ങൾക്ക് വിൽക്കുമ്പോൾ ഒരു 5 ലക്ഷം മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. 2000 നിങ്ങളൊരു കാറ് 10 ലക്ഷത്തിന് മേടിച്ചാലും 2010 നിങ്ങൾ ഈ കാറ് മേടിച്ചാൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. എന്തുകൊണ്ടാണ്? കാറിൻ്റെ വില ഇടിഞ്ഞു അല്ലേ? കാരണം കാലപ്പഴക്കം കൊണ്ടോ നിങ്ങളുടെ ഉപയോഗം കൊണ്ടോ ആക്സിഡന്റ് കൊണ്ടോ കാറിൻ്റെ വില ഇടിഞ്ഞു. കാർ എന്ന് പറയുന്ന ഒരു ആസ്തിയാണ്. അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു. കാരണം ഈ സമയത്ത് പുതിയ അസറ്റുകൾ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, പുതിയ ടെക്നോളജി വികസിച്ചു. അതുകൊണ്ട് ഈ കാറിന് ഇപ്പോൾ ആ വില കിട്ടത്തില്ല. അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. തേയ്മാനം, വിലയിലുണ്ടാകുന്ന ഇടിവിനെയാണ് തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് NNP കണ്ടുപിടിക്കാൻ GNP മൈനസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ, സ്ഥാപനങ്ങൾ അസറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ, മെഷീൻസ് എല്ലാം അസറ്റ് അല്ലേ. ഈ മെഷീൻസ് കാലപ്പഴക്കം ചെല്ലുമ്പോൾ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും. ആധുനിക മെഷീൻസ് വരുമ്പോൾ ഇതിൻ്റെ വില കുറയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിപ്രീസിയേഷൻ കാലപ്പഴക്കം ചെല്ലും തോറും ഇതിൽ നിന്ന് കുറച്ച് എമൗണ്ട് കൊണ്ടിരിക്കണം. അതിനാണ് ഡിപ്രീസിയേഷൻ, തേയ്മാനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ NNP കണ്ടുപിടിക്കാൻ GNP മൈനസ് ഡിപ്രീസിയേഷൻ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? NNP കിട്ടണം. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് ഫോമുലയാണ് നമ്മളിവിടെ നോക്കിയത്. ഒന്ന് GDP പ്ലസ് NFIA GNP ആണെങ്കിൽ GNP മൈനസ് ഡിപ്രീസിയേഷൻ NNP. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഈ രണ്ട് ഫോമുലാസ് ഒന്ന് ഓർത്തിരിക്കണം. കാരണം ഇത് ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LD എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരും ഇതെന്ത് ചെയ്യുക, ഈ ഫോമുലാസ് രണ്ടും ഓർത്തിരിക്കുക. ഇനി പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന പ്രതിശീർഷ വരുമാനമെന്നോ അല്ലെങ്കിൽ ഒരു ആവറേജ് വരുമാനമെന്ന് നമുക്ക് പറയാം, ശരാശരി വരുമാനം എന്ന് പറയാം. ഈ പെർ ക്യാപിറ്റ ഇൻകം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ. പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെ കിട്ടും? ദേശീയ വരുമാനത്തിനെ നമ്മുടെ രാജ്യത്തിന്റെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം. അതൊരു ആവറേജ് ഇൻകം, നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിനെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം അല്ലെങ്കിൽ ശരാശരി വരുമാനം എന്നൊക്കെ നമുക്ക് പറയാം. ഇനി ദേശീയ വരുമാനം എങ്ങനെയൊക്കെ കണക്കാക്കാം, ഒരു രാജ്യത്തെ ദേശീയ വരുമാനം എങ്ങനെയൊക്കെ കണക്കാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഉൽപ്പന്ന രീതി. ഓക്കെ, അതാണ് പ്രോഡക്റ്റ് മെത്തേഡ്, ഉൽപ്പന്ന രീതി. ഇൻകം മെത്തേഡ്, വരുമാന രീതി. എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചിലവ് രീതി. ഈ മൂന്ന് രീതികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാം. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപാദനം. നമുക്കറിയാം പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും എല്ലാം തന്നെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഉൽപാദന രീതി വഴി നമ്മൾ എങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കും? എല്ലാ മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. മനസ്സിലായല്ലോ? പ്രൈമറി,
സെക്കൻഡറി, ടേഴ്സറി സെക്ടർ എന്നുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂട്ടുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡ് വഴിയുള്ള GDP കിട്ടും. പ്രോഡക്റ്റ് മെത്തേഡിനെ വിളിക്കുന്ന മറ്റൊരു പേര് വാല്യൂ ആഡഡ് മെത്തേഡ്, മൂല്യവർദ്ധന രീതി എന്ന് പറയാറുണ്ട്. പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഉൽപ്പന്ന രീതിനെ പറയുന്ന മറ്റൊരു രീതി വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ മൂല്യവർദ്ധന രീതി. ഇനി ഇൻകം മെത്തേഡ് എന്ന് വെച്ചാൽ വരുമാന രീതി എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നിങ്ങൾക്കറിയാമല്ലോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉൽപ്പാദനം. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ഉൽപ്പാദനം നടക്കണമെങ്കിൽ വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അല്ലേ? ഒരു ഉൽപ്പാദനം നടക്കണമെങ്കിൽ ഒരു ഫാക്ടറിയിലോ എവിടെയെങ്കിലും ഒരു ഉൽപ്പാദനം നടക്കണമെങ്കിൽ വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അല്ലേ? ഒരു ഉൽപ്പാദനം നടക്കണമെങ്കിൽ ഇവരൊന്നും വെറുതെ വർക്ക് ചെയ്യത്തില്ല. ഇവർക്കെല്ലാം എന്താണ്? അവരുടേതായിട്ടുള്ള വരുമാനം, ഇൻകം കൊടുക്കണം. ലാൻഡിന് കൊടുക്കുന്നത് റെന്റ്, ലേബറിന് കൊടുക്കുന്നത് വേജസ്, ക്യാപിറ്റലിന് കൊടുക്കുന്നത് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് കൊടുക്കുന്ന പ്രോഫിറ്റ്. അപ്പോൾ ഇതെന്താണ്? ഒരു സ്ഥാപനത്തിൽ ഉൽപ്പാദനം നടക്കണമെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വരുമാനം കൊടുക്കണം. ലാൻഡിന് കൊടുക്കുന്ന വരുമാനം റെന്റ്, ലേബറിന് വേജസ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ്. അപ്പോൾ ഈ വരുമാനം എല്ലാം കൂട്ടുന്നു. നമ്മുടെ രാജ്യത്ത് മൊത്തം ജനങ്ങൾക്ക് ഈ 4 രീതിയിലൂടെയാണ് വരുമാനം കിട്ടാൻ സാധ്യത. ഒന്നെങ്കിൽ റെൻ്റായിട്ട്, അല്ലെങ്കിൽ വേജസ് ആയിട്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ട്. ഇത് 4നെയും കൂടെ നമുക്ക് കൂട്ടുമ്പോൾ ഇൻകം മെത്തേഡ് വഴിയുള്ള GDP നമുക്ക് കിട്ടുന്നു. റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം മെത്തേഡ് വഴിയുള്ള GDP നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് വരുമാന രീതി. അടുത്തതെന്ന് പറയുന്നത് ചിലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്ന ചിലവ് രീതി. അതായത് ഒരു രാജ്യത്തെ വരുമാനം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു രാജ്യത്ത് ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ചിലവാണല്ലേ. അപ്പം ഞാൻ ഒരാൾക്കൊരു പൈസ കൊടുക്കുന്നു. അപ്പോൾ പൈസ കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ വരുമാനവും, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അതൊരു ചിലവുമാണ്. അപ്പം നമ്മുടെ രാജ്യത്തെ പല ആൾക്കാരുടെയും ചിലവാണ് മറ്റു പലരുടെയും വരുമാനം. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ പറയുന്ന പോലെ ഇൻകം മെത്തേഡ് വഴിയുള്ള GDP കണ്ടുപിടിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടേത് ഒരു എന്താണ് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ്, അസംഘടിത മേഖല കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വരുമാനം കണ്ടെത്തുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻകം മെത്തേഡ് വഴിയുള്ള GDP കണ്ടെത്തുക കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി വഴിയുള്ള GDP കണ്ടെത്തുന്നു. എന്താണ് ചെലവ് രീതി? ഒരാളുടെ വരുമാനം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അയാളുടെ ചിലവാക്കുന്ന എമൗണ്ടുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചെലവ് രീതി വഴിയുള്ള എന്ത് കിട്ടും? GDP കിട്ടും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡിലുള്ള GDP. അങ്ങനെ 3 മെത്തേഡ്സ് വഴിയുള്ള GDP നമ്മൾ കണ്ടെത്തുന്നു. ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ മെത്തേഡിനകത്ത് പല ആൾക്കാർ നടത്തുന്ന എക്സ്പെൻഡിച്ചർ, അത് വ്യക്തികൾ നടത്തുന്ന എക്സ്പെൻഡിച്ചർ ആകാം, അതുപോലെ സ്ഥാപനങ്ങൾ നടത്തുന്ന എക്സ്പെൻഡിച്ചർ ആകാം, ഗവൺമെന്റ് നടത്തുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആകാം. ഇത് 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെലവ് രീതി വഴിയുള്ള GDP കിട്ടുമെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മുടെ രാജ്യത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്ന CSO ആണെന്ന് പറഞ്ഞു അല്ലേ? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന് കീഴിലുള്ള സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് ഇവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്നാണ് അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നത്. ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. നമ്മുടെ രാജ്യത്ത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഡിഫിക്കൽട്ടി ഇൻ എസ്റ്റിമേറ്റ്, അത് കൃത്യമായിട്ടുള്ള ഡേറ്റ കിട്ടുന്നത്. ഞാൻ പറഞ്ഞു അൺഓർഗനൈസ് സെക്ടറാണ്, അസംഘടിത മേഖല വളരെ കൂടുതലാണ്. ജനങ്ങളുടെ കയ്യിൽ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഡേറ്റ് ജനങ്ങൾ നമുക്ക് തരണമെന്നില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. ദർ ഇസ് എ ചാൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് മോർ ദാൻ വൺസ്. അവിടെ ഒരു സാധനം ഒന്നിൽ കൂടുതൽ തവണ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഒരിക്കൽ നമ്മൾ മെഷർ ചെയ്ത സാധനം വീണ്ടും ആഡ് ചെയ്താൽ അത് ദേശീയ വരുമാനം കണക്കാക്കുന്നത് തെറ്റാൻ കാരണമാകുന്നില്ലേ? അതിനെ നമ്മൾ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഡബിൾ കൗണ്ടിങ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഡബിൾ കൗണ്ടിങ് എന്ന് വെച്ചാൽ ഒരിക്കൽ ആഡ് ചെയ്ത സാധനം വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ദേശീയ വരുമാനം കണ്ടുപിടിക്കുന്നതിൽ എറർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഡബിൾ കൗണ്ടിങ് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡബിൾ കൗണ്ടിങ് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ഗോതമ്പ് മാവ് പൊടിച്ച് കേക്കായിട്ട് മാറുന്നു. അപ്പോൾ ഗോതമ്പ് മാവും ആ മാവ് പൊടിക്കുന്നതും കേക്കും നമ്മൾ 3ൻ്റെയും വില എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഈ ഗോതമ്പ് മാവിൻ്റെ വില കേക്കിൻ്റെ വിലയിൽ ഗോതമ്പ് മാവിൻ്റെ വിലയുണ്ട്. അത് തന്നെ നമ്മൾ വീണ്ടും കൂട്ടുന്നതിന് കാരണമാകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമുക്ക് പലപ്പോഴും ഒഴിവാക്കാൻ പറ്റുന്നില്ല. സർവീസ് ഓഫ് ഹൗസ് വൈഫ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ നാഷണൽ ഇൻകം.
ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഒരു ടേം പൊളിറ്റിക്കലി കറക്റ്റ് ആണോ? അതിപ്പോൾ വീട്ടുജോലികൾ ചെയ്യുന്ന സ്ത്രീകൾ മാത്രമാണ് ഹൗസ് വൈഫ് എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വീട്ടുജോലികൾ ചെയ്യുന്നത് സ്ത്രീകൾ മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും വീട്ടുജോലികൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ വീട്ടുജോലികൾ ചെയ്യും, നമ്മുടെ സ്വന്തം വീട്ടിലെ ജോലി, എൻ്റെ തുണി കഴുകുന്നു, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നു, അതെല്ലാം തന്നെ ഒരു ജോലിക്കാരനെയോ ജോലിക്കാരിയോ, അതായത് വീട്ടിലൊരു ജോലിക്ക് ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ അവർ ചെയ്യുമ്പോൾ നമുക്കതിന് പൈസ, അതായത് കറക്റ്റ് അവർക്ക് ഒരു കൂലി നമുക്ക് ഈടാക്കാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അതേസമയം നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാലോ അവിടെ ഒരു സർവീസ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ വരുമാനം നമുക്ക് അവിടെ എത്രയാണ് നമ്മുടെ ആ സർവീസിൻ്റെ കൂലി, വേജ് അല്ലെങ്കിൽ നമുക്ക് അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അത് ദേശീയ വരുമാനത്തിൻ്റെ ഭാഗമല്ല. അതുപോലെ സെൽഫ് കൺസംഷൻ, എനിക്ക് സ്വന്തമായിട്ടൊരു കൃഷിയിടമുണ്ട്, അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഭക്ഷിക്കുന്നു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദേശീയ വരുമാനത്തിൽ കൂട്ടാൻ പറ്റത്തില്ല. അത് വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ദേശീയ വരുമാനത്തിൻ്റെ ഭാഗമാകുന്നുള്ളൂ. വെജിറ്റബിൾ ഗാർഡൻസ് കണ്ടല്ലോ. ദെൻ ഇഗ്നോറൻസ് ആൻഡ് ഇല്ലിറ്ററസി ഓഫ് ദ പീപ്പിൾ, ഡേറ്റ കളക്ട് ചെയ്യുന്നതിൽ ജനങ്ങളുടെ ഇഗ്നോറൻസ്, ഇല്ലിറ്ററസി, നിരക്ഷരരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഇൻ അസസിങ് ദ മണി വാല്യൂ ഓഫ് സർവീസ് impede the correct estimation of national income. അപ്പോൾ പ്രോപ്പറായിട്ട് സർവീസിന് മണി വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്തത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൊരു ബുദ്ധിമുട്ടാണ്. കൺസ്യൂമർ സെൽഡം മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദം. മനസ്സിലായില്ല? അപ്പോൾ അതായത് ഈ പറയുന്ന പോലെ എക്സ്പെൻഡിച്ചേഴ്സ്, ഓരോ കൺസ്യൂമറിനും ഈ പറയുന്ന ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ദേശീയ വരുമാനം കണക്കാക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ട്. ദെൻ ഇവിടെ നമ്മൾ പറയുന്നത് ഈ സെക്ടറൽ കോൺട്രിബ്യൂഷൻ, ഓരോ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ സെക്ടറൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സെക്ടേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ, ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ ഓരോ മേഖലയും എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തൃതീയ മേഖലയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തൃതീയ മേഖലയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. രണ്ടാം സ്ഥാനം ദ്വിതീയ മേഖലയാണ്. മൂന്നാമതാണ് പ്രാഥമിക മേഖല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? മൂന്നാമതാണ് പ്രാഥമിക മേഖല എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ. അതായത് നോളജ് സെക്ടറിൻ്റെ ഒരു വളർച്ചയെ പറ്റി നമുക്ക് പറയാം. നോളജ് സെക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എഡ്യൂക്കേഷൻ, IT, നോക്കി, മോഡേൺ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, ഇന്നവേഷൻ, ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങൾ, ഇതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ നോളജ് എക്കണോമി അല്ലെങ്കിൽ നോളജ് സെക്ടർ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ നോളജ് സെക്ടർ സർവീസ് സെക്ടറിൻ്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ സേവന മേഖലയുടെ ഭാഗമാണ് നോളജ് സെക്ടർ എങ്കിലും പല രാജ്യങ്ങളിലും ഇതൊരു ഫോർത്ത് സെക്ടർ എന്ന് നമ്മൾ പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ഇതിപ്പോൾ ഇത് സർവീസ് സെക്ടറിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ഇത് ഒരു ഫോർത്ത് സെക്ടർ, ക്വാട്ടനറി സെക്ടറാണ് ഫോർത്ത് സെക്ടർ. അതിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഈ ഒരു നോളജ് സെക്ടർ. അതായത് വിവരസാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളുടെ വളർച്ച എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ വളരെ രീതിയിൽ വളർന്നു വരുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ടേർഷറി സെക്ടറിൻ്റെ ഭാഗമാണ്. സർവീസ് സെക്ടറിൻ്റെ ഒരു വളർച്ച നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനാണ് ഗവൺമെൻറ് ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുള്ളതെന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നോളജ് ബൂം, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നോളജ് ബൂം കൂടുതലായിട്ട് വളർന്നു വരുന്നത് സേവന മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു, രാജ്യത്തെ എക്കണോമിക് ഗ്രോത്തിന് കാരണമാകുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ നോളജ് സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള ഫേവറബിൾ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സ്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടെക്നിക്കൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്. ഡൊമസ്റ്റിക് മാർക്കറ്റ്, നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് വൈഡ് ഡൊമസ്റ്റിക് മാർക്കറ്റാണ്. പ്രൈവറ്റ് സെക്ടർ, ഒരുപാട് ശക്തമായിട്ടുള്ള സ്വകാര്യ മേഖലയുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദേശീയ വരുമാനം എന്ന് പറയുന്ന ഒരു പോർഷനകത്ത് നോക്കാനുള്ളത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ 12th സ്റ്റാൻഡേർഡിൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന പോർഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഗുണപ്രദമാകുന്ന വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്